ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമുക്ക് ഓഡിറ്റ് പ്രൊസീജിയറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അല്ലേ. ഓഡിറ്റ് പ്രൊസീജിയറിൽ റൂട്ടീൻ ചെക്കിംഗ് ആണ് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. റൂട്ടീൻ ചെക്കിങ്ങിന് ശേഷം സെക്കൻഡ് പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ടെസ്റ്റ് ചെക്കിംഗ് ഓർ സാമ്പിൾ ചെക്കിംഗ് ഓർ സെലക്റ്റീവ് വെരിഫിക്കേഷൻ. അപ്പോൾ ടെസ്റ്റ് ചെക്കിങ്ങിന് മറ്റൊരു രീതിയിൽ പറയുന്നതാണ് ഇത് സാമ്പിൾ ചെക്കിംഗ്. അതുപോലെ എന്തുകൂടെ പറയും, സെലക്റ്റീവ് വെരിഫിക്കേഷൻ എന്നുകൂടെ പറയും. ഓക്കെ. Test checking means checking by an auditor a few transactions selected at a random here and there so as to form his final judgment on the whole set of transactions. It means to select and examine representative sample from large number of similar items. Test checking involves sampling. Okay, one objective of test checking is to arrive at the characteristics present in the mass transactions from checking of representative sample. അതായത് ടെസ്റ്റ് ചെക്കിങ്ങിൽ എന്താ ശരിക്കും ചെയ്യുന്നത്, സാമ്പിൾ ചെക്കിംഗ് ആണ്. എങ്ങനെയാണ് സാമ്പിൾ ചെക്ക് ചെയ്യുന്നത്? ലാർജ് നമ്പർ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും. സിമിലർ ആയിട്ടുള്ള ഒരുപാട് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എല്ലാം ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻസ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. എന്താ ചെയ്യണത്? ആ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസിൽ നിന്ന് കുറച്ച് സാമ്പിൾസ് സെലക്ട് ചെയ്യും. കുറച്ച് ഐറ്റംസ് മാത്രം അങ്ങോട്ട് സെലക്ട് ചെയ്യും സാമ്പിളായിട്ട്. എന്നിട്ട് ആ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ലാർജ് നമ്പർ ഓഫ് സിമിലർ ഐറ്റംസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾസ് സെലക്ട് ചെയ്യും. എന്നിട്ട് അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ഈ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഓരോ ഐറ്റംസും ചെക്ക് ചെയ്ത് ഇതേ നേച്ചറായിരിക്കും ബാക്കിയുള്ള എല്ലാ ഐറ്റത്തിനും എന്ന് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രം എടുത്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ സാമ്പിളിലൂടെയാണ് ഈ ഹോൾ ഐറ്റത്തിൻ്റെയും ചെക്കിങ് നടത്തുന്നത്. അല്ലാതെ ഓരോ ഐറ്റം എടുത്ത് ചെക്ക് ചെയ്യുന്നില്ല. അതിനൊക്കെ റെപ്രസെൻ്റ് ചെയ്ത് എടുക്കുന്ന സാമ്പിൾ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി കണ്ടീഷൻസ് ഓർ എസെൻഷ്യൽസ് ഓർ പ്രീക്വഷൻസ് ഓഫ് ടെസ്റ്റ് ചെക്കിങ്. ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ മുൻകരുതലുകൾ എന്തൊക്കെയാണ്, എസെൻഷ്യൽസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സക്സസ് ഓഫ് ടെസ്റ്റ് ചെക്കിങ് ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ഇൻ ഓപ്പറേഷൻ ഓഫ് ബിസിനസ്. അതായത് ഒരു ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ ഇൻറ്റേർണൽ ചെക്ക് ഉണ്ടെങ്കിൽ, ഇൻറ്റേർണൽ ചെക്ക് റെഗുലറായിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്, അവിടെ ടെസ്റ്റ് ചെക്കിങ് നടത്തി കഴിഞ്ഞാൽ സക്സസ് ആവും. കാരണം റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല, കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹോൾ ഐറ്റത്തിന് ചെക്ക് ചെയ്യാതെ സാമ്പിൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ചെക്കിങ് നടത്തി കഴിഞ്ഞാൽ അത് സക്സസ് ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് സാമ്പിൾ സെലക്റ്റഡ് ഫോർ ടെസ്റ്റ് ചെക്കിങ് ഷുഡ് ബി അറ്റ് റാൻഡം. റാൻഡമായിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യണം. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ റാൻഡമായിട്ട് ഹോൾ ഐറ്റത്തിൽ നിന്ന് റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. Then it should be applied only to homogeneous transactions. ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയുള്ള ഓരോ ട്രാൻസാക്ഷൻസും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഒരിക്കലും ടെസ്റ്റ് ചെക്കിങ് സക്സസ് ആവില്ല. ഒരേ നേച്ചറിലുള്ള സിമിലർ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം അതിനെ റെപ്രസെൻ്റ് ചെയ്ത് മാത്രം സാമ്പിൾ എടുത്താലാണ് ആ ഒരു ടെസ്റ്റ് ചെക്കിങ് സക്സസ് ആവുള്ളൂ. അപ്പോൾ ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരേ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. Then sample of test checking should be selected without bias. പേഴ്സണൽ ബയാസ് ഒന്നും ഇല്ലാതെ വേണം സാമ്പിൾ സെലക്ട് ചെയ്യാനായിട്ട്. ടെസ്റ്റ് ചെക്കിങ്ങിന് വേണ്ട സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഇഷ്ടമുള്ള സൗകര്യമുള്ള ഭാഗത്തുനിന്ന് എടുത്ത് ചെക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ. സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ പേഴ്സണൽ ബയാസ് ഒരു ബയാസും പാടില്ല. And last one selection of sample should be made in such a way that it covers the first work of each of the staff of the client. ഒരു പർട്ടിക്കുലർ സ്റ്റാഫിൻ്റെ വർക്ക് മാത്രം സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെക്കിങ് അത് പാടില്ല. എന്താണ്, അവിടെ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാ സ്റ്റാഫിൻ്റെയും കൂടെ വർക്ക് റെപ്രസെൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാമ്പിൾസ് ആയിരിക്കണം. ഒരാളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഒരാളുടെ വർക്ക് മാത്രം ടെസ്റ്റ് ചെക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാ സ്റ്റാഫിൻ്റെയും വർക്കിൻ്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻവോൾവ്മെൻ്റ് ഉള്ള ഭാഗത്തുനിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾ എടുക്കുമ്പോൾ അവിടെ നിന്നൊക്കെ കൺസിഡർ ചെയ്ത് എടുക്കണം. ഒരാളുടെ വർക്ക് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇനി ടെസ്റ്റ് ചെക്കിംഗ് ഷുഡ് നോട്ട് ബി അപ്ലൈഡ് ടു ക്യാഷ് ബുക്ക് ഐറ്റംസ്. ടെസ്റ്റ് ചെക്കിംഗ് ക്യാഷ് ബുക്ക് ഐറ്റംസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോ ഇൻഡിക്കേഷൻ ഷുഡ് ബി ഗിവൺ ടു ക്ലയൻറ്റ്സ് ആസ് റിഗാർഡ്സ് ദ മെത്തേഡ്സ് ഓഫ് ടെസ്റ്റ് ചെക്കിംഗ്. ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ മുൻകൂട്ടിയുള്ളൊരു ഇൻഡിക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പ്രത്യേകിച്ച് ടെസ്റ്റ് ചെക്കിങ്ങിന് ഇൻഡിക്കേഷൻസ് ഒന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആർക്ക്? ക്ലയൻസിന് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. One sample for test checking should be selected by the auditor himself. ഓഡിറ്റർക്ക് തന്നെ എന്ത് ചെയ്യാം, ഒരു സാമ്പിൾ ടെസ്റ്റ് ചെക്കിൻ്റെ സാമ്പിൾ ഏതാണെന്നുള്ളത് ഓഡിറ്റർക്ക് സെലക്ട് ചെയ്യാം, സ്വയം സെലക്ട് ചെയ്യാവുന്നതാണ്. Then there are certain transactions which are not suitable for test checking. ടെസ്റ്റ് ചെക്കിങ്ങിന് സ്യൂട്ടബിൾ അല്ലാത്ത ചില ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസ്. ഓപ്പണിംഗ് എൻട്രീസ് ക്ലോസിംഗ് എൻട്രീസിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് വേറെ സാമ്പിളൊന്നും വേറെ ഐറ്റംസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസിന് ടെസ്റ്റ് ചെക്കിംഗ് പോസിബിൾ അല്ല. അതുപോലെ ക്യാഷ് ബുക്ക് എൻട്രീസ് ഓരോ ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ക്യാഷ് ഐറ്റംസ്, ക്യാഷ് ബുക്ക് എൻട്രീസ്, അതുകൊണ്ട് ക്യാഷ് എൻട്രീസ് ടെസ്റ്റ് ചെക്കിങ്, ക്യാഷ് ബുക്ക് എൻട്രീസ് ചെക്ക് ചെയ്യാനായിട്ട് ടെസ്റ്റ് ചെക്കിങ് നല്ലതല്ല, സ്യൂട്ടബിൾ അല്ല. ദെൻ ട്രാൻസാക്ഷൻസ് ഓഫ് സീസണൽ ഇൻഡസ്ട്രി. സീസണൽ ഇൻഡസ്ട്രിയുടെ ട്രാൻസാക്ഷൻസിനും ടെസ്റ്റ് ചെക്കിങ് സ്യൂട്ടബിൾ അല്ല. അത് ആ സീസണലായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ അത് പെർട്ടിക്കുലർ സ്പെസിഫിക് നേച്ചറിലാണ് ഓരോന്നും ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സാമ്പിൾ സെലക്ട് ചെയ്ത് ചെയ്താൽ ശരിയാവില്ല. നോൺ റിക്കറിങ് ട്രാൻസാക്ഷൻസ്. റിക്കറിങ് ട്രാൻസാക്ഷൻ എപ്പോഴും ഇടയ്ക്കിടെ സംഭവിക്കുന്ന ട്രാൻസാക്ഷൻ. അപ്പോൾ നോൺ റിക്കറിങ് എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് റെയറായിട്ട് സംഭവിക്കുന്ന ട്രാൻസാക്ഷൻസ്. അപ്പോൾ അതിന് സാമ്പിൾ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്ത് വേറെ ഐറ്റം എടുത്ത് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. കാരണം റെഗുലറായിട്ട് സംഭവിക്കുന്നതല്ല, വളരെ റെയറായിട്ട് സംഭവിക്കുന്നത് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്നൊരു സാമ്പിൾ സെലക്ട് ചെയ്ത് ചെയ്യൽ ശരിയാവില്ല. അങ്ങനെ സംഭവിക്കുന്ന ഐറ്റംസ് ഓരോന്നും ശരിക്കും തറോ ആയിട്ട് ടെസ്റ്റ് ചെക്കിങ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നോൺ റിക്കറിങ് ട്രാൻസാക്ഷൻസിന് ഏത് സ്യൂട്ടബിൾ അല്ല, ടെസ്റ്റ് ചെക്കിങ് സ്യൂട്ടബിൾ അല്ല. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റും, അതായത് പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിൽ രണ്ടും കൂടെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഏത് നമ്മൾ ചെയ്യുന്നത്. ബാങ്ക് ബാലൻസ് നമ്മുടെ പാസ്ബുക്കിൽ എൻട്രി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ക്യാഷ് ബുക്കിലുള്ള കാര്യങ്ങളും ഒരേപോലെ തന്നെയാണോ പോകുന്നത്, ട്രാൻസാക്ഷൻസ് ഒരേപോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ മിസ് മാച്ച് ആവുന്നുണ്ടോ, മാച്ച് ആവുന്നില്ല എന്നൊക്കെ അറിയാനായിട്ടാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ടെസ്റ്റ് ചെക്കിങ് പോസിബിൾ അല്ല. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഐറ്റംസ് വിച്ച് ആർ സിഗ്നിഫിക്കൻറ്റ്, പിന്നെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റെലവൻ്റ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലും ടെസ്റ്റ് ചെക്കിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ട്രാൻസാക്ഷൻ വിച്ച് ആർ റിക്വയർഡ് ബൈ ലോ ഈസ് ടു ബി ചെക്ക്ഡ് കെയർഫുള്ളി. ദെൻ മീൻസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമം അല്ലേ. സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ, നിയമപ്രകാരം കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് ചെക്കിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത്ര കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ലോ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കെയർഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് പറ്റില്ല, ടെസ്റ്റ് ചെക്കിങ് സാധ്യമല്ല. ഇത്രയാണ് അതിൻ്റെ ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ ട്രാൻസാക്ഷൻസ് സ്യൂട്ടബിൾ അല്ലാത്ത കാര്യങ്ങൾ 7 പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്: ഇറ്റ് ഹെൽപ്സ് ഓഡിറ്റ് ടു കംപ്ലീറ്റ് ഓഡിറ്റ് വർക്ക് ഇൻ എ ഷോർട്ട് ടൈം. കാരണം എല്ലാ ട്രാൻസാക്ഷൻസും ചെക്ക് ചെയ്യുന്നില്ല, ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള സാമ്പിൾസ് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെക്കിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് പെട്ടെന്ന് വർക്ക് തീർക്കാൻ പറ്റും, ചെറിയ സമയം മതിയാവും. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസ് കോസ്റ്റ് ഓഫ് ഓഡിറ്റ്. അതുപോലെ തന്നെ ടൈം മാത്രമല്ല, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഇറ്റ് എനേബിൾ ഓഡിറ്റർ ടു അണ്ടർടേക്ക് ഓഡിറ്റ് ഓഫ് മെനി കൺസേൺ സൈമിൾട്ടേനിയസ്ലി. അതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരേ സമയം ഓഡിറ്റ് ചെയ്യാനും സാധിക്കും ടെസ്റ്റ് ചെക്കിംഗ് ആണെങ്കിൽ. ഇറ്റ് കീപ്സ് ദ ക്ലയൻറ്റ് സ്റ്റാഫ് അലേർട്ട് ആൻഡ് കോൺഷ്യസ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ക്ലയൻറ്റ് സ്റ്റാഫിന് അലേർട്ടായിരിക്കാനും കോൺഷ്യസ് ആയിട്ടിരിക്കാനും സഹായിക്കും. കാരണം ടെസ്റ്റ് ചെക്കിങ് ഏതാണ് സാമ്പിളായിട്ട് എടുക്കുകയെന്ന് പറയാൻ പറ്റില്ല. ഓഡിറ്റർ വന്ന് ഓഡിറ്ററുടെ ഇഷ്ടത്തിന് സാമ്പിൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഏത് ഏരിയയിൽ നിന്ന്, ഏത് സൈഡിൽ നിന്ന്, ഏത് ഭാഗത്തു നിന്നാണ് സാമ്പിൾ സെലക്ട് ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സ്റ്റാഫുകളെല്ലാം എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കും, അലേർട്ടായിട്ടിരിക്കും, കോൺഷ്യസ് ആയിട്ടിരിക്കും.
അവരെ ഇപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ സാമ്പിളായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കോൺഷ്യസ്നെസ്സോട് കൂടി അവരിയ്ക്കും. If the selection is done intelligently, test checking ensure accuracy of books of accounts. ടെസ്റ്റ് ചെക്കിങ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ, ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, സാമ്പിൾസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ആക്യുറസി എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇറ്റ് എൻഷുവേഴ്സ് ദ പീരിയോഡിക് എക്സാമിനേഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. അതുപോലെ ഇത് എന്ത് ഉറപ്പുവരുത്തുന്നുണ്ട്? പീരിയോഡിക്കലായിട്ടുള്ള എക്സാമിനേഷൻ ഉണ്ടല്ലോ ഇൻറ്റേർണൽ ചെക്കിൻ്റെ, അതിനും ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെസ്റ്റ് ചെക്കിംഗ് മേ ഫെയിൽ ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് ഇഫ് സെലക്ഷൻ ഈസ് നോട്ട് ഡൺ ഇൻ്റലിജൻ്റ്ലി. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, ടെസ്റ്റ് ചെക്കിങ്ങിൽ സാമ്പിൾസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും ഒരു ഐഡിയ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പല തെറ്റുകളും, മിസ്റ്റേക്സ്, ഫ്രോഡുലൻ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രോഡ്സോ എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ടെസ്റ്റ് ചെക്കിങ് ഇൻക്രീസസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ. ടെസ്റ്റ് ചെക്കിങ്ങിൽ ശരിക്കും ചെയ്യുന്നത് ഓരോ ഐറ്റംസ് ചെക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സാമ്പിൾസ് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓഡിറ്ററുടെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ് ചെയ്യുക. കാരണം ഹോളായിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ആ ഹോളായിട്ട് റിസൾട്ട് കൊടുക്കണമെങ്കിൽ ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷനൊന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നുമില്ല, കുറച്ച് ട്രാൻസാക്ഷൻസ് മാത്രം വെച്ച് ഹോൾ റിസൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓഡിറ്റർക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. വേർ ദർ ഇസ് എ ടെസ്റ്റ് ചെക്കിംഗ്, ദ സ്റ്റാഫ് ഓഫ് ക്ലയൻറ്റ് മേ ബിക്കം കെയർലെസ്. ടെസ്റ്റ് ചെക്കിങ്ങിനോട് ചില സ്റ്റാഫുകൾ ചില സമയത്ത് എന്തായിരിക്കും, കെയർലെസ് ആയിരിക്കും. കാരണം ചിലർ മൈൻഡിൽ എന്താ ഉണ്ടാവുക, ഈ റാൻഡം ആയിട്ടല്ലേ എടുക്കുക, ഇതൊന്നും അതിനകത്ത് പെടണമെന്നില്ല, അതുകൊണ്ട് ഇതൊന്നും ചിലപ്പോൾ ചെക്ക് ചെയ്തൊന്നും വരില്ല. അപ്പം അങ്ങനെ കെയർലെസ് ആയിട്ട് പോവും. അങ്ങനെ ചിന്തിക്കുന്ന സ്റ്റാഫും ഉണ്ടായിരിക്കും. അലേർട്ടായിട്ട് ഇരിക്കുന്നവരോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കെയർലെസ് ആയിട്ടുള്ള സ്റ്റാഫും ഉണ്ടാവാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതൊന്നും എടുക്കുന്നുണ്ടാവില്ല, ഇതൊന്നും ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലിരിക്കും. ദെൻ through test checking, auditor may not get a true position of financial state of affairs of an undertaking. ടെസ്റ്റ് ചെക്കിങ്ങിലൂടെ ഓഡിറ്റർ നല്ലൊരു ട്രൂ പൊസിഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, ഒരു സ്ഥാപനത്തിൻ്റെ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ഥിതി എന്താണ്, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതിൻ്റെ ശരിയായ പൊസിഷൻ കാണിക്കാൻ ഒരു ഓഡിറ്റർക്ക് സാധിക്കില്ല. അപ്പോൾ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഡീമെറിറ്റ്സും ഉണ്ട്. ടെസ്റ്റ് ചെക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീമെറിറ്റാണ് എന്ത്? ശരിയായ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പൊസിഷനോ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സോ ഒന്നും ശരിക്കും ഇതിലൂടെ സാധ്യമല്ല, പോസിബിൾ ആവില്ല. കാരണം എന്താണ്? ഓരോ ഐറ്റംസും ചെക്ക് ചെയ്യുന്നില്ല, സാമ്പിളായിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആക്യുറസി കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദി ഡീമെറിറ്റ്സ് ഓഫ് ടെസ്റ്റ് ചെക്കിങ്. നെക്സ്റ്റ് സർപ്രൈസ് ചെക്കാണ്. എന്താണ് സർപ്രൈസ് ചെക്സ് എന്ന് പറഞ്ഞാൽ? സർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, പറയാതെ സംഭവിക്കുന്നതാണ്, നമ്മൾ അറിയാതെ സംഭവിക്കുക. അപ്പോൾ സർപ്രൈസ് ചെക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് എ സിസ്റ്റം അണ്ടർ വിച്ച് ഓഡിറ്റർ മേക്ക് എ സർപ്രൈസ് ചെക്കിംഗ് ഓഫ് സം ഓഫ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം. സർപ്രൈസ് ചെക്ക് ഹോളി കവർ. സർപ്രൈസ് ചെക്ക് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും അല്ലേ? പെട്ടെന്ന് ക്ലാസ് റൂമിൽ വന്ന് നിങ്ങളുടെ ബാഗും നിങ്ങളുടെയൊക്കെ ചെക്ക് ചെയ്യും. മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. അപ്പോൾ നിങ്ങൾ മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇടയ്ക്ക് സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഓഡിറ്റേഴ്സ് പെട്ടെന്ന് അങ്ങ് വന്ന് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും അല്ലേ? സർപ്രൈസ് ചെക്കായിട്ട് ചെക്ക് ചെയ്യും. അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സാധാരണ ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സർപ്രൈസ് ചെക്കിൽ ഉണ്ടാവുക നോക്കാം. ക്യാഷിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ്, വെരിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു സ്റ്റോക്ക് ആൻഡ് സ്റ്റോഴ്സ്, വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. അപ്പോൾ ക്യാഷിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലേ? അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ ഉണ്ടാവും. ഏതൊക്കെ എമൗണ്ട് എത്രത്തോളം ഉണ്ട്, ആ ഫണ്ടൊക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഫിക്സഡ് അസറ്റ് ഓരോന്നിലും എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, വർക്കിംഗ് ക്യാപിറ്റലിൽ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ സ്റ്റോക്ക് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്, സ്റ്റോഴ്സായിട്ട് എത്രയാണ് നമ്മൾ മെറ്റീരിയലൊക്കെ എത്രയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് ചെയ്യും? സർപ്രൈസ് വിസിറ്റിലൂടെ ചെക്കിലൂടെ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ജേണൽ എൻട്രീസ് ഫസ്റ്റ് ടൈം ചെയ്ത് വെക്കുന്ന അല്ലെങ്കിൽ ഡേ ബുക്കുകൾ ഒക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? സർപ്രൈസ് ചെക്കിൽ ഉൾപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഓഡിറ്റ് ഇൻ ഡെപ്ത് ആണ്. ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിനേഷൻ ഓഫ് സെലക്റ്റഡ് ഐറ്റംസ് ഇൻ ഡെപ്ത് ഓർ ഇൻ ഡീറ്റെയിൽ
from the origin of transactions to fair conclusion. In other words, it means step-by-step verification of selected items or transaction from beginning to end. ഇവിടെ എക്സാമിൻ ചെയ്യുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്, ഓഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റത്തിൻ്റെ ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സ് വളരെ ഡെപ്തിൽ ഡീപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു കൺക്ലൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഒറിജിൻ എവിടെ നിന്നാണോ അതിൻ്റെ എൻഡ് വരെയുള്ള കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഫ്രം ബിഗിനിങ് ടു എൻഡ് വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെരിഫിക്കേഷൻ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഓഡിറ്റ് ഇൻ ഡെപ്ത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓഡിറ്റ് ഇൻ ഡെപ്ത് ഈസ് ആൻ എക്സാമിനേഷൻ ഓഫ് സെലക്ടഡ് ഐറ്റംസ് ഇൻ ഡെപ്ത് ഓർ ഇൻ ഡീറ്റെയിൽ ഫ്രം ഒറിജിൻ ഓഫ് ട്രാൻസാക്ഷൻസ് ടു ഫെയർ കൺക്ലൂഷൻ. In other words, it means step-by-step verification of selected items or transaction from beginning to end. ഇനി adoption of distinctive ticks, marks or check marks. അപ്പോൾ ടിക്ക് മാർക്ക്, ചെക്ക് മാർക്കൊക്കെ ചെയ്യാറുണ്ട് ഓഡിറ്റ് ചെയ്തതിന് ശേഷം, എക്സാമിനേഷൻ ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഓഡിറ്റ് വർക്കിൻ്റെ ഇൻ കോഴ്സ് ഓഫ് ഓഡിറ്റ് വർക്ക് ഓഡിറ്റർ യൂസസ് വെറൈറ്റി ഓഫ് മാർക്സ് ഓർ സിമ്പിൾ ടു ഇൻഡിക്കേറ്റ് വർക്ക് ദാറ്റ് ഹാസ് ബീൻ ഡൺ. ഓഡിറ്റർ ചെയ്ത വർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ അവർ ചെറിയ സിമ്പിൾസോ മാർക്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഈ മാർക്കിനെ അല്ലെങ്കിൽ സിമ്പിൾസിനെയാണ് ടിക്ക് അല്ലെങ്കിൽ ചെക്ക് മാർക്ക് ഓർ ചെക്ക് സയൻസ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഈ ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് ഓഡിറ്റർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ന് ഓഡിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന സമയത്ത് എവിടെയാണ് നിർത്തിയ, ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് അതിനകത്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വരും, മനസ്സിലാവുകയും ചെയ്യും. They are useful to auditor in the following respects. Ticks help auditor to know checking that has been done by earlier. മുന്നേ ചെയ്ത ചെക്കിങ് ഏതുവരെ എത്തി, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഓഡിറ്ററെ സഹായിക്കും. ഓഡിറ്റ് ഇൻ ഡെപ്ത്. By means of tick marks made earlier, the auditor can easily found out alteration in the books of accounts made subsequent to the auditor. ആൾട്രേഷൻ വരുത്താൻ ചാൻസ് കുറവാണ്. കാരണം നോക്കിയ പാർട്ടിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഏതെല്ലാം കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വെരിഫൈ ചെയ്തതെന്നുള്ളത് നോട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആൾട്രേഷൻ നടത്താൻ ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ടിക്സ് ഫെസിലിറ്റി ട്രേസിംഗ് പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കണക്റ്റഡ് വിത്ത് ട്രാൻസാക്ഷൻ ആൻഡ് ദർബൈ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാകുമ്പോൾ ഈ ടിക്സ് എന്ന് പറയുന്നത് ഓരോ പ്രോസസ്സ് എവിടം വരെ എത്തി, ഏത് സ്റ്റേജ് വരെ എത്തി, ഏതൊക്കെ ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ളത്, അതായത് ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു ട്രാൻസാക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെല്ലാം ഡോക്യുമെൻ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അത് മുഴുവൻ നമ്മൾ ചെക്ക് ചെയ്തോ, ഇനി ഏതൊക്കെയാണ് ചെക്ക് ചെയ്യാനുള്ളത്, ചെക്ക് ചെയ്തത് നമ്മൾ ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ചെക്ക് ചെയ്യാനുള്ളത് കണ്ടുപിടിക്കാനും ഈസിയാണ്. ഓക്കെ, then points to be noted or precautions to be taken while using ticks. ടിക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിക്സ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് ഓഡിറ്റ് വർക്ക്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിറ്റ് വർക്കിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്സുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ടിക്സ് ഷുഡ് ബി സ്മോൾ, ചെറുതായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. അത് ഇട്ടിട്ടുണ്ടോ ഇല്ലേ, ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് അവിടെ ഒരിക്കലും വരാൻ പാടില്ല. അത് ക്ലിയർ ആയിരിക്കണം. ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു യൂസ് ഓൺലി പെൻസ് ഓർ ബോൾ പെൻസ്. ബോൾ പെന്നുകളൊക്കെയാണ് യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അഡ്വൈസബിൾ ടു യൂസ് ടിക്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഡിഫറെൻറ്റ് പർപ്പസിന് ഡിഫറെൻറ്റ് കളറൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ടിക്ക് മാർക്ക് ഇടാവുന്നതാണ്. ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യും. അതായത് ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പർപ്പസ് അല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യാം, ഡിഫറെൻറ്റ് കളേഴ്സ് ഓഡിറ്റർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ ടിക്ക് ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ് അപ്പ് വിത്ത് ഫിഗേഴ്സ് ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ടിക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫിഗറൊക്കെ എഴുതിയ ഭാഗത്ത് കൊണ്ടുപോയി ടിക്ക് ഇടരുത്. കാരണം ആ ഫിഗർ ഏതാണെന്നുള്ളതിന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യണം. അപ്പോൾ ടിക്ക് മാർക്കൊക്കെ എഴുതിയതിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ എന്താ സംഭവിക്കുക, അതിൽ ആൾട്രേഷൻ പോലെ അല്ലെങ്കിൽ അതിനൊരു അവ്യക്തത ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കാണാൻ പാടില്ല. നമ്പേഴ്സൊക്കെ എഴുതി കൊടുത്ത് കൊണ്ടുപോയിട്ട് ടിക്കൊന്നും ഇട്ട് വരയൊന്നും ചെയ്യരുത്. And
ടിക്ക് യൂസ്ഡ് ബൈ ക്ലയൻറ്റ് സ്റ്റാഫ് ആർ നോട്ട് യൂസ്ഡ് ബൈ ഓഡിറ്റ് സ്റ്റാഫ്. ക്ലയൻറ്റ് സ്റ്റാഫ് ചെക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ, അവർ ചെക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുന്നതും അതുപോലെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റ് സ്റ്റാഫ് ചെക്ക് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിരിക്കണം, ഒരേപോലെ ചെയ്യരുത്. ഇപ്പോൾ ഇത് എന്താ പറയുക, ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്ന ഒരു ക്ലയൻറ്റ് സ്റ്റാഫ് അല്ലെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്യുന്ന ക്ലയൻറ്റ് സ്റ്റാഫ് മാർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അവർ മാർക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഓഡിറ്റർ മാർക്ക് ചെയ്ത് ഇത് ആരാ മാർക്ക് ചെയ്തതെന്നുള്ളത് കൺഫ്യൂഷനാവും. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടിക്സുകൾ യൂസ് ചെയ്യാം. ദെൻ സ്പെഷ്യൽ ടിക്സ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ഐറ്റംസ് വിച്ച് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത്. പ്രധാനമായിട്ട് നോട്ട് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ അത് ശ്രദ്ധയിൽ വരുത്തേണ്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടിക്ക് മാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ടിക്ക് മാർക്ക് യൂസ് ചെയ്യുമ്പോൾ ഇതിലെന്തോ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കാനുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ കേസസിന് സ്പെഷ്യലായിട്ടുള്ള ടിക്സുകളും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.